നടന്റെ മകനായി ജനിച്ചതുകൊണ്ട് തന്നെ അവനൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ അവന് സിനിമയിൽ എളുപ്പത്തിൽ ജോലി ലഭിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും അവനെ ഒഴിവാക്കിയിരുന്നു എന്ന് വിഷമത്തിൽ പറഞ്ഞ ഒരു ചെറിയ ബാലകാലം മുതൽ തന്നെ മലയാള സിനിമയിലെത്തിയ ഹരിമുരളിയുടെ അഭിമുഖം എല്ലാവർക്കും ഓർമ്മയുണ്ട്. പണ്ട് സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ സിനിമയിൽ എത്തിയത് കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ ചേർക്കുന്ന സമയം തൊട്ട് തന്നെ സിനിമയിൽ നന്നായി നിൽക്കുന്നുണ്ട് പലരും ഹരിമുരളിയെ ഒറ്റയ്ക്കാക്കിയിരുന്നു എന്ന ഒരു അഭിമുഖത്തിൽ ഹരിമുരളി സംസാരിച്ചിരുന്നു. പലരും വിചാരിച്ചിരുന്നത് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ട് എനിക്ക് ജാടയായിരിക്കുമെന്നായിരിക്കാം, എനിക്കറിയില്ല എന്താണ് കാരണമെന്ന്. പക്ഷെ പലരും തന്നെ ഒഴിവാക്കിയിരുന്നെന്നും ഇപ്പോൾ തനിക്ക് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അതിന് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നു എന്നുമൊക്കെ ഹരിമുരളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സിനിമയിലെ പല പ്രമുഖരും അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് എന്നിവരെല്ലാവരും തന്നെ. അണ്ണൻ തമ്മിയിൽ മമ്മൂട്ടിയുടെ പേരെഴുതി കാണിക്കുന്നതിന് മുൻപ് തന്നെ ഹരിമുരളിയുടെ കാൽപാദമാണ് ഉള്ളതെന്നും ആ കാൽപാദം വെച്ചാണ് ആ സിനിമയുടെ സക്സസ് എന്നും മമ്മൂട്ടി ഷൂട്ടിങ്ങിനിടയിൽ പറഞ്ഞിരുന്നു. അത് വല്ലാത്ത ടെൻഷനായിരുന്നു ഹരിക്ക് ആദ്യം. അതുകൊണ്ട് തന്നെ സിനിമ നന്നാകുമോ എന്നുള്ള ടെൻഷനൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അതേക്കുറിച്ച് ചിന്തിക്കാനും ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. ഇപ്പോഴിതാ ഹരിമുരളിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യം, ചിലപ്പോൾ ആ ചെറിയൊരു പ്രായത്തിൽ എല്ലാവരും ഒഴിവാക്കിയപ്പോൾ ഹരിമുരളിക്ക് ഇതേ വിഷാദരോഗം ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ ഇതാ കുറച്ച് മാസങ്ങളായി തൻ്റെ സോഷ്യൽ മീഡിയ എല്ലാം ഡിലീറ്റാക്കി വിഷാദരോഗത്തിന് അടിമയായിരുന്നു ശരിക്കും അദ്ദേഹം എന്ന സുഹൃത്തുക്കളെല്ലാവരും പറയുകയാണ്. അങ്ങനെ പറയുമ്പോഴാണ് തന്നെ പണ്ട് സ്കൂളിൽ ഒറ്റപ്പെടുത്തിയതിനെക്കുറിച്ചുള്ളൊരു ഓർമ്മ ഹരിമുരളി പങ്കുവച്ചത് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. പണ്ട് മുതൽക്കേ തന്നെ അത്തരത്തിൽ പല കാര്യങ്ങൾ അനുഭവിക്കപ്പെട്ട ഒരു ഹൃദയമായിരുന്നു. എപ്പോഴും ഒരു നിമിഷത്തെ അബദ്ധം, ആ അബദ്ധത്തിൽ തോന്നിപ്പോയതാണ് ഇതെല്ലാം. എന്തു ചെയ്യാനാകും? ജീവിതം അവസാനിച്ചു പോയി എന്നല്ലാതെ മറ്റൊന്നും പറയാനാകില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലായിരുന്നു. സിനിമയായിരുന്നു ലക്ഷ്യമെങ്കിൽ എളുപ്പത്തിലെത്താൻ സാധിക്കുമായിരുന്നു. എന്നാൽ മനസ്സിൽ എവിടെയോ താളം തെറ്റിയ എന്തോ ബോധലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. കാരണം സുഹൃത്തുക്കളോടൊക്കെ നന്നായി സംസാരിച്ചിരുന്ന, വളരെ സന്തുഷ്ടനായി കാണപ്പെട്ട അദ്ദേഹം ഭൂരിഭാഗം സമയത്തും കുടുംബത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. കുടുംബമായി വളരെ അടുപ്പമാണ് അദ്ദേഹത്തിനുള്ളത്. പ്രേക്ഷകരും അത് തന്നെയാണ് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. ആരാധകർ വളരെയധികം സ്നേഹത്തിൽ തന്നെയാണ് പ്രേക്ഷകരോട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതും. ഇപ്പോൾ അവൻ എന്ത് സംഭവിച്ചു എന്ന വേദനയാണ് എല്ലാവരും മാറ്റുന്നത്. അവന് എന്തെങ്കിലും വേദന ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് പറയാമായിരുന്നില്ലേ എന്ന അവൻ്റെ അടുത്ത ബന്ധുക്കൾ പോലും പറയുന്നുണ്ട്. സുഹൃത്തുക്കൾ പോലും സംസാരിക്കുന്നുണ്ട്. സിനിമയിൽ നിന്നുമാണ് അദ്ദേഹത്തിന് ബന്ധുക്കൾ കൂടുതലുമുള്ളത്. സിനിമയിൽ നിന്ന് സൗഹൃദങ്ങളും ഹരിമുരളിക്കുണ്ട്. എന്നിരുന്നാലും എന്താണ് പ്രശ്നമെന്നറിയില്ല. VFXുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാർത്തകൾ ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സന്തോഷവുമായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.